എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം ഡ്യൂട്ടി തുടങ്ങുന്നത്, അതായത് റെഗുലർ ഒ പി മുതൽ 4 മണിക്ക് ഒ പി തുടങ്ങി. അപ്പോൾ 3:30 മുതൽ നമ്മൾ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് അപ്പം മുതൽ തുടങ്ങി നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിലെത്തുന്നത് മോർണിംഗ് 9:30 അപ്പം ടോട്ടൽ ഒരു 18 hours ആണ് ആ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ദ സെയിം ഡേ, അതായത് പോസ്റ്റ് ഡ്യൂട്ടി ഉള്ള ദിവസവും സെയിം ഹാപ്പൻസ്. 3:30 ആകുമ്പോൾ പിന്നെയും ലീവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പിന്നെയും പോകണം 3:30 ആകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹാർഡ്ലി ഒരു 6 മണിക്കൂറാണ് വീട്ടിൽ കിട്ടുന്നത്. അതായത് പോസ്റ്റ് നൈറ്റ് ഓഫ് കിട്ടുക എന്നുള്ളത് ഒരു മാനസികമായിട്ടുള്ള ഒരു പരിഗണനയാണ്. ഒരു ഹ്യൂമൻ കൺസിഡറേഷനും ഇല്ലാണ്ട് പിന്നെ അതിന് വർക്ക് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഇത് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മാതിരിയാ തോന്നുന്നത്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് എവറിബഡി നീഡ്സ് റെസ്റ്റ്. അതർവൈസ് നമ്മുടെ അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഡോക്ടർ ഫാത്തിമ പറയുന്നത് കേട്ടാൽ തോന്നും ഇതെല്ലാം ഡോക്ടർമാരുടെ കാര്യമാണ് എന്ന്. എന്നാൽ വസ്തുത അതല്ല. രോഗിയായും ബൈസ്റ്റാൻഡറായും ഡോക്ടർമാർക്ക് മുന്നിലെത്തുന്ന നമ്മളുടെ കാര്യമാണ് അവർ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമല്ല, ആർക്കിടെക്ചർ, എൻജിനീയറിംഗ്, നഴ്സിംഗ്, എല്ലാ ഓരോ ഫീൽഡുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ് അത് നമുക്ക് നാട്ടിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ യങ് ആയിട്ടുള്ള ആൾക്കാർ, അത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഭയങ്കര ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഒരു ദിവസം ഒരു ഡോക്ടർ 50 അതിലധികവും രോഗികളെ നോക്കിക്കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? രോഗനിർണയം തെറ്റും, ചികിത്സയും തെറ്റും. മാത്രമല്ല ഡോക്ടർ തന്നെ ഭാവിയിൽ രോഗിയുമായേക്കാം. അപ്പോഴും ആർക്കാണ് നഷ്ടം? അത് പൊതുസമൂഹത്തിനാണ് എന്നാണ് ഡോക്ടർ ഫാത്തിമ ഓർമ്മിപ്പിക്കുന്നത്. ഇത് സത്യത്തിലൊരു പോളിസിയിൽ, അതായത് ഹ്യൂമൻ ഹെൽത്ത് പോളിസിയിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ്. ഫ്രം ദ ഗവൺമെൻറ് ഓൺവേർഡ്സ് നമ്മൾ ഈ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങളിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. നല്ലൊരു സമാധാനമുള്ള മനസ്സ്, അതുപോലെ തന്നെ സൗണ്ട് സ്ലീപ്പ്, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണ്. ഗുണനിലവാരമുള്ള ചികിത്സ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് എന്ന് ഡോക്ടർ ഫാത്തിമ ഓർമ്മിപ്പിക്കുന്നു. അത് കൊള്ളലാഭമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയല്ല. പടുകൂറ്റൻ ആശുപത്രിക്കുള്ളിൽ പിടഞ്ഞു തീരാനുള്ളതല്ല രോഗിയും ഡോക്ടർമാരും. ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പാഷനേറ്റ് ആണ്. നമ്മൾ സർവീസ് മൈൻഡഡോട്, നമ്മൾ ആ നൈറ്റ് ഡ്യൂട്ടി എടുത്ത ഒരു ഡോക്ടറാണ്. അപ്പം നെക്സ്റ്റ് ഡേ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് റിലീവ് ചെയ്യുക എന്നുള്ളൊരു പോളിസി, ആ ഒരു പോളിസി കൊണ്ടുവരേണ്ടതാണ്. എന്താ, ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ PG ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് 36 hours കഴിഞ്ഞാലും നമ്മുടെ ജോലിക്ക് വേണ്ടി നിൽക്കണം. നോർമൽ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് കാലങ്ങളായിട്ട് കൈമാറി വന്നത്, ഇങ്ങനെയാണെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് തന്നെയാണ് സ്ഥിതി. നമ്പർ ഓഫ് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറവാണെന്നുള്ളതാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു വലിയ ഒരു ആശ്വാസം തന്നെയായിരിക്കും. ഒറ്റ സ്ട്രെച്ചിൽ 80 പേഷ്യൻസിനെ ആയിരിക്കില്ല, ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എല്ലാം എടുത്ത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡോക്ടേഴ്സിന് വേണ്ടതാണെന്ന് നമ്മളും വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അത് മനസ്സിലാക്കണം. ഡോക്ടർമാരും മനുഷ്യരാണ്. അവർക്കുമുണ്ട് കുടുംബം, അവർക്കും വേണം വിശ്രമം. അവരെ ഉറങ്ങാനെങ്കിലും അനുവദിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാൻ കഴിയൂ.